കേരളത്തിലെ മുസ്ലിം സംഘടനകൾ CPM-നെതിരാവുകയാണോ? ഒരു സംശയം എനിക്ക് തോന്നുന്നത്, സുപ്രഭാതം പത്രത്തിൽ വീണ്ടും CPM-നെതിരെ മുഖപ്രസംഗം. നമ്മുടെ മൗലവി കൊലക്കേസുമായി ബന്ധപ്പെട്ട് പ്രോസിക്യൂഷനിലും അന്വേഷണ ഏജൻസിക്കും സംഭവിച്ച വീഴ്ചയുടെ ഉത്തരവാദിത്തം CPM-നാണ് എന്നാണ് പരോക്ഷമായും പ്രത്യക്ഷമായും ആ മുഖപ്രസംഗം സൂചിപ്പിക്കുന്നത്. കഴിഞ്ഞ ഒരു മാസത്തിനിടയ്ക്ക് ഇത് മൂന്നാമത്തെ മുഖപ്രസംഗമാണ് സമസ്തയുടെ മുഖപത്രമായ സുപ്രഭാതം എഴുതുന്നത്. മറ്റ് രണ്ട് സംഭവങ്ങൾ സാർ ഓർക്കുന്നുണ്ടല്ലോ. പൂഞ്ഞാർ പള്ളിയിൽ മുസ്ലിം വിദ്യാർത്ഥികൾ നടത്തിയ ആക്രമണത്തിൽ വൈദികന് ഗുരുതരമായി പരിക്കേറ്റു. അത് മുസ്ലിങ്ങൾ മാത്രമല്ലെന്നായിരുന്നു ഒരു നാരേറ്റീവ് ഉണ്ടായിരുന്നത്. മുഖ്യമന്ത്രി അസാധാരണമാം വിധം 2 തവണയും തെമ്മാടിത്തമാണ് അവിടെ കാണിച്ചത്, അത് മുസ്ലിങ്ങൾ മാത്രമായിരുന്നു എന്ന് പറഞ്ഞു. അതിനെതിരെയും 2 തവണ സുപ്രഭാതം മുഖപ്രസംഗം എഴുതി. ഒരു പക്ഷേ ലീഗിനെ പോലും പരോക്ഷമായി നിയന്ത്രിക്കുന്ന സംഘടനയാണ് സമസ്ത. ഇങ്ങനെ CPM-നെതിരെ പരസ്യമായി വരുന്നത് CPM-ന് ഈ തെരഞ്ഞെടുപ്പിൽ ദോഷം വരാൻ സാധ്യതയില്ലേ? കൂട്ടി വായിക്കേണ്ട ഒന്നുകൂടെ ഉണ്ട് സാർ അറിഞ്ഞോന്നറിയില്ല. ഇന്ന് ഉച്ചയ്ക്ക് എറണാകുളം പ്രസ് ക്ലബ്ബിൽ നമ്മുടെ SDPയുടെ സംസ്ഥാന അധ്യക്ഷൻ പത്രസമ്മേളനം നടത്തിയിട്ട് അവരുടെ പിന്തുണ ഈ തെരഞ്ഞെടുപ്പിൽ UDF-നാണെന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പം മുസ്ലിം വോട്ടിന് വേണ്ടി ഇങ്ങനെ വലിയ എക്സർസൈസുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഹമാസിനെ വെള്ളപൂശി, ഇപ്പോൾ മറ്റേ CAA-ക്കെതിരെ മലബാർ മേഖലയിലുള്ള കാമ്പയിൻ, ഇങ്ങനെയൊക്കെ നടത്തുന്ന CPM-നെ കേരളത്തിലെ സംഘടിത മുസ്ലിം വിഭാഗങ്ങൾ പതുക്കെ കൈയൊഴുകുകയാണോ? അതിൽ സമസ്ത മുതൽ തീവ്രവാദികൾ വരെയുണ്ട്. പൊതുവേ ഈ രാഷ്ട്രീയ അടിയൊഴുക്കുകളാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലത്തെ നിർണ്ണയിക്കുന്നത്. കുറേ നാളുകളായിട്ട് ഈ പിണറായി വിജയനെ ടാർഗറ്റ് ചെയ്തിട്ട് ഈ സുന്നികളുടെ പണ്ഡിത സഭയാണ് ഇവര് സമസ്ത. അപ്പോൾ അവർ പിണറായി വിജയനെതിരെ പേര് പറഞ്ഞു ഒക്കെ മുഖപ്രസംഗം എഴുതുന്നുണ്ട്. ആ ഹുസൈനെതിരെ, മടവൂറിന് എതിരെ ഉണ്ടായ അദ്ദേഹം വന്നിട്ട് ന്യൂനപക്ഷങ്ങളുടെ മീറ്റിംഗിൽ വന്നിട്ട് ഇവിടുത്തെ പൂഞ്ഞാർ സംഭവം ഉന്നയിച്ചപ്പോൾ പോലീസ് ഒരു വിഭാഗത്തിനെതിരെ മാത്രം കേസെടുത്തത് ഹുസൈൻ പറഞ്ഞപ്പോൾ ഡോക്യുമെന്റ് വെച്ചിട്ട് മുഖ്യമന്ത്രി പറഞ്ഞു അങ്ങനെയല്ല, ഒരു വിഭാഗം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, തെമ്മാടിത്തരമാണെന്ന് പറഞ്ഞു. അപ്പോൾ ആ വിഷയത്തിൽ തന്നെ നമ്മൾ കണ്ടതാണ്. അദ്ദേഹം പണ്ഡിതനാണ്, മടവൂരും. അദ്ദേഹത്തിനെതിരെ ആഞ്ഞടിക്കുന്നതും ഒക്കെ നമ്മൾ കണ്ടതാണ്. ഹുസൈൻ മടവൂർ പ്രതീക്ഷിച്ച് കാണത്തില്ലല്ലേ മുഖ്യമന്ത്രി? അങ്ങനെ പ്രതീക്ഷിച്ചില്ല. കാരണം എന്താന്ന് വെച്ചാൽ അവരുടെ മീറ്റിംഗ് ആയിരുന്നു. അവരുടെ മീറ്റിംഗ് എന്ന് പറയുമ്പോൾ സോപ്പിടാൻ വേണ്ടി വരുന്നതാണ്. അതിൽ വെച്ച് ഇങ്ങനെ ഒരു പ്രകടനം, അതാണ് അടിച്ചതുപോലെ. അതെ, മറക്കാൻ അടികൊണ്ടവൻ മറക്കില്ലല്ലോ. അതാണ് ആ മുഖപ്രസംഗം അന്ന് വന്നത്. ഇന്നത്തെ മുഖപ്രസംഗം ചിലപ്പോൾ ഒരു ലൈൻ എടുത്തിട്ടുണ്ടാവും, ഒരു പോളിസി, നമുക്ക് ഇത്തവണ തെരഞ്ഞെടുപ്പിൽ സ്വീകരിക്കേണ്ട നയം എന്നുള്ള നിലയ്ക്ക്. അതാണ് ഈ തുടർച്ചയായിട്ട് മുഖപ്രസംഗങ്ങൾ വരുന്നത്. പാച്ചപ്പ് ഒന്നും അതിൽ നടന്നിട്ടില്ല. കാരണം പിണറായി വിജയൻ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിന്ന് പിന്നോട്ട് പോകില്ലല്ലോ. ബിഷപ്പിനെ അന്ന് ചീത്ത വിളിച്ചപ്പോഴും അതിൽ മാപ്പ് പറഞ്ഞിട്ടില്ല. പിണറായിയുടെ ആ ഒരു സ്റ്റാൻഡ് കൊള്ളാം. പിന്നീട് ആവർത്തിച്ചിട്ടില്ല എങ്കിൽ പോലും പറഞ്ഞതാണ്. അതെ, അതിൽ നിന്ന് പുള്ളി എന്ത് പറഞ്ഞാലും അതിൽ നിന്ന് പിന്നാക്കം പറയും. നമ്മുടെയൊക്കെ മുഖം ചുളിഞ്ഞ സംഭവമല്ലേ പരനാറി എന്ന് വിളിച്ചു. പിണറായി ഒരു ഇഞ്ച് പിന്നാക്കം പോയിട്ടില്ല. അപ്പോൾ ഇന്ന് അദ്ദേഹം ഒരു പത്രസമ്മേളനം പക്ഷേ ഈ ഫീലിംഗ് കുറയ്ക്കാൻ വേണ്ടിയിട്ടോ മറ്റോ കോഴിക്കോട് നടത്തിയിരുന്നു. അതിൽ ഈ കാര്യമൊക്കെ പറഞ്ഞിരുന്നു, പോലീസ് വേണ്ട പോലെയൊക്കെ ചെയ്തിട്ടുണ്ടെന്നൊക്കെ. അതൊന്നും പക്ഷെ സമസ്ത വിശ്വസിക്കാൻ പോകുന്നു തോന്നുന്നില്ല. കാരണം ഈ മുഖപ്രസംഗം ഞാൻ വായിച്ചു സുപ്രഭാതത്തിലെ. അതിൽ പറയുന്നത് എന്താന്ന് വെച്ചാൽ വീഴ്ച കോടതിക്കോ പ്രോസിക്യൂഷനോ എന്നാണ് ശീർഷകം. പക്ഷെ പറയുന്നത് പ്രോസിക്യൂഷനോ എന്ന് ചോദിക്കുമ്പോൾ സർക്കാരിൻ്റെതാണല്ലോ. ഒത്തുകളി നടന്നിട്ടുണ്ടെന്ന് സംശയിക്കണം, ഒരു മധ്യസ്ഥത നടന്നിട്ടില്ലേ എന്ന് സംശയിക്കണം എന്ന് മുഖപ്രസംഗത്തിൽ പറയുന്നു. അത് ഇന്നലെ പ്രതിപക്ഷ നേതാവാണോ സുധാകരനാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. അദ്ദേഹം മറ്റേ എമ്മിൻ്റെ പേര് വലിച്ചഴിച്ചു, എമ്മിൻ്റെ മധ്യസ്ഥയിൽ ഒത്തുതീർപ്പ്. പക്ഷേ ഇന്നിപ്പോൾ അതിൻ്റെ ജഡ്ജ്മെൻറ്റ് വെച്ചിട്ട് നമ്മൾ ഇതിന് തൊട്ട് മുമ്പ് ഒരു വീഡിയോ നമ്മളിന്ന് TG-യുമായി ചെയ്തിരുന്നുണ്ട്. ഈ കോടതിയുടെ 170 പേജുള്ള ജഡ്ജ്മെൻറ്റ് വെച്ചിട്ട് അതിൽ കൃത്യമായി പ്രോസിക്യൂഷൻ്റെ ഭാഗത്ത്, കേസന്വേഷണത്തിൻ്റെ ഭാഗത്ത് വന്നിട്ടുള്ള വീഴ്ചകൾ കോടതി അക്കമിട്ട് നിരത്തുന്നുണ്ട്. അതായത് ആദ്യത്തെ ഈ കേസ് ഫ്രെയിം ചെയ്യുമ്പോൾ ഒരിടത്ത് പോലും പ്രതികൾ RSSകാരാണെന്ന് പറഞ്ഞിരുന്നില്ല. 2.5 വർഷത്തിന് ശേഷം ഒരു CMB ക്രിമിനൽ മിസലേനിയസ് പെറ്റീഷൻ ഫയൽ ചെയ്തിട്ടാണ് ഈ പ്രതികൾ RSSകാരനാണെന്നുള്ള വാദം തള്ളിക്കറ്റുകയായിരുന്നു. മാത്രമല്ല ഈ പ്രാഥമികമായി പരിശോധിക്കേണ്ടുന്ന തെളിവുകൾ പോലും പരിശോധിച്ചിരുന്നില്ല.
എന്നൊക്കെ പറയുന്ന ഈ വീഴ്ചകൾ കോടതിയുടെ വിധിയിൽ അക്കമിട്ട് നിരത്തിയിട്ടുണ്ട്. പിന്നെ അപകടകരമായ ഒരു വാദം കൂടി വിധിന്യായത്തിലുണ്ട്. അതായത് ഇവർ ഹിന്ദുക്കളായതുകൊണ്ട് ഇവർക്ക് മുസ്ലിങ്ങളോട് വിരോധമുണ്ട്. അങ്ങനെ ഹിന്ദുക്കളായ നമ്മളിപ്പോൾ ഈ സംസാരിക്കാൻ നമ്മൾ രണ്ടുപേരും ജന്മം കൊണ്ട് ഹിന്ദുക്കളാണ്. നമുക്ക് മുസ്ലിം സുഹൃത്തുക്കളില്ലേ? നമുക്ക് മുസ്ലിങ്ങളോട് വല്ല വൈരാഗ്യമുണ്ടോ? അപ്പോൾ എത്ര ബാലിശമായ ഒരു വാദമാണ് പോലീസ് പ്രോസിക്യൂഷൻ ഈ കേസിൽ നിരത്തിയത്. അതെ, അതിലും എനിക്ക് ആ വിധി നോക്കിയപ്പോൾ തോന്നിയത് ഒരു ആവശ്യമില്ലാതെ RSS പ്രവർത്തകരെ പ്രതി ചേർത്ത് അല്ലെങ്കിൽ പ്രതികൾ RSSകാരാണെന്ന് സ്ഥാപിക്കാൻ ശ്രമിച്ചു. അതുകൊണ്ട് വിട്ടുപോയതാണെന്നാണ് എനിക്കും തോന്നിയത്. അങ്ങനെയാണ് ജഡ്ജ്മെന്റിലൂടെ വായിക്കുമ്പോൾ തോന്നിയത്. കാരണം അതിലെന്താന്ന് വെച്ചാൽ മൊബൈൽ കാർഡുകൾ, സിം ഒന്നും പരിശോധിച്ചിട്ടില്ല. ഒന്നാം പ്രതിയുടെ ഷർട്ട് DNA നോക്കിയില്ല. അവസാനം മൗലവി ആരൊക്കെയാണ് ബന്ധപ്പെട്ടത് പരിശോധിച്ചിട്ടില്ല. പിന്നെ ഏകപക്ഷീയമാണ്, അന്വേഷണത്തിന് നിലവാരമില്ല, പ്രതികൾക്ക് മുസ്ലിം വിരോധം എന്ന് ചുമ്മാ പറഞ്ഞിരിക്കുന്നു, തെളിയിച്ചിട്ടില്ല. RSS പ്രവർത്തകർന്ന് തെളിയിച്ചിട്ടില്ല. അല്ല സാർ, അതിനകത്ത് ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്, ഏറ്റവും അപകടകരമായ ഒരു കാര്യമാണ് നമ്മുടെ കേരളം പോലെ ഇന്ത്യയിൽ ഒരിടത്തും, പ്രത്യേകിച്ച് കേരളത്തിലും ചിന്തിക്കാൻ പറ്റാത്ത ഒരു കാര്യം ഒരിക്കലും പോലീസ് പറയാൻ പാടില്ല. പ്രതികൾ ഹിന്ദുക്കളായതുകൊണ്ട് അവർക്ക് മുസ്ലിം വിരോധം ഉണ്ടാകും. വിചിത്രമല്ല, ഞെട്ടിപ്പിക്കുന്ന ഒരു ആരോപണമല്ലേ? നാളെ പ്രതികൾ മുസ്ലിങ്ങളായതുകൊണ്ട് അവർക്ക് ഹിന്ദു വിരോധം ഉണ്ടെന്ന് പറഞ്ഞാൽ ഈ നാട്ടിൽ എന്ത് സംഭവിക്കും? വലിയ കോലാഹലം ഉണ്ടാവും. ഇത് നമ്മൾ പറഞ്ഞത് നന്നായി. എന്താന്ന് വെച്ചാൽ നമ്മളിപ്പോൾ പറഞ്ഞതിനെതിരാണ് ഈ മുഖപ്രസംഗം. അതിൽ പറയുന്നത് എന്താന്ന് വെച്ചാൽ ഈ ഒത്തുകളി മധ്യസ്ഥത നടന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ ശേഷം പറയാണ് ആലപ്പുഴയിലെ രഞ്ജിത്ത് ശ്രീനിവാസന്റെ കൊലപാതകത്തിൽ പെട്ടെന്ന് സംഗതി കുറ്റപത്രം സമർപ്പിക്കല്, വിധി കോടതിയില് എല്ലാം. അതിന്റെ തലേന്ന് നടന്നിട്ടുള്ള ഷാൻ വധത്തിൽ ഇതുവരെ ഒന്നും സംഭവിച്ചിട്ടില്ല. പിന്നെ RSSകാർ പ്രതികളാകുന്ന കേസുകൾ തുടർച്ചയായിട്ട് ഇങ്ങനെ വിട്ടുപോകുന്നു. നീതി നിർവഹണ കേന്ദ്രങ്ങൾ എല്ലാത്തിനും നേരെ കണ്ണടയ്ക്കുന്നു. പിന്നെ വർഗീയത കാസർഗോട്ട് മുമ്പ് 15 കൊലകൾ മുൻ സംഘർഷത്തിന്റെ തുടർച്ചയായിരുന്നു. കാസർഗോട്ട് മുമ്പ് നടന്നിട്ടുള്ള 15 കൊലകൾ. ഈ മൗലവിയുടെ വധത്തിന് അങ്ങനെ ഒരു സംഘർഷവുമായിട്ട് ഒരു ബന്ധവുമില്ല. അത് ശരി. അദ്ദേഹം ഒരു ദരിദ്ര കുടുംബത്തിലായിരുന്നു. മതത്തിന് പുറത്തുള്ളവൻ എന്ന ചിന്ത ഈ മതത്തിന് പുറത്തുള്ളവർ, അതായത് മുസ്ലിം മതത്തിന് പുറത്തുള്ളവർ എന്ന് പറഞ്ഞ ചിന്ത ജുഡീഷ്യറിയും ഗ്രഹിച്ചിട്ടുണ്ടോ? എത്ര വലിയ ആരോപണമാണ്! ഭീകര ആരോപണമാണ്. ജഡ്ജിക്കെതിരെ ആരോപണം ഉന്നയിക്കുക. പിന്നെ ഒന്നാം പ്രതി അജേഷ് RSS യൂണിഫോമിൽ നിൽക്കുന്ന പടം പോലീസ് ഹാജരാക്കിയിരുന്നു. ഒരു പടം ഹാജരാക്കിയ എങ്ങനെയാണല്ലേ ഹാജരാക്കിയിരുന്നു. BJP തൊപ്പിയായിട്ടുള്ള ഫോട്ടോയും ഉണ്ടായിരുന്നു. 100-ലേറെ തെളിവുകൾ ഉണ്ടായിരുന്നു. ഇത് ഒരു പ്രതിയെ പറ്റിയേ പറയുന്നുള്ളൂ കേട്ടോ മുഖപ്രസംഗത്തിൽ, മറ്റേ ആളുകളെ പറ്റി പറയുന്നില്ല. പിന്നെ 3-ാമത്തെ ദിവസം തന്നെ പിടിച്ചു എന്ന് പറയണം. 85-ാമത്തെ ദിവസം കുറ്റപത്രം. ഇതൊക്കെ ഈ മധ്യസ്ഥതയുടെയും ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണെന്നാണ് പറയുന്നത്. ഇതുപോലെ പിന്നെ P. ജയരാജനെ വലിച്ചിറക്കിയ ഇതിലേക്ക്. P. ജയരാജന് നേരെ 1999 ഓഗസ്റ്റ് 25-ന് തിരുവോണ ദിവസം നടന്ന വധക്കേസിൽ വധശ്രമ കേസിൽ 8 RSSകാരെ വിട്ടയച്ചു. അതും ഇങ്ങനെയാണെന്നാണ് പറയുന്നത്. ഒരു CPM-കാരൻ്റെ കാര്യത്തിൽ തന്നെ പിണറായി വിജയൻ ഇങ്ങനെ ചെയ്തതെന്ന് പറഞ്ഞു ജയരാജനായതുകൊണ്ട് P. ജയരാജനായതുകൊണ്ട്. അല്ല, ഇപ്പൊ ഇവർ പറയുന്നതനുസരിച്ചാണെങ്കിൽ കോടതികളിൽ ഇരുന്ന് വിധി കൽപ്പിക്കുന്നത് പിണറായി ആണെന്ന് പറയേണ്ടി വരുമല്ലോ. വേറൊന്നുണ്ട് സാർ, ഇപ്പോൾ കേരളത്തിൽ CPM-കാരും കോൺഗ്രസ്സുകാരും RSSകാരും കൊല്ലപ്പെട്ടതും പ്രതികളായതുമായ നിരവധി കേസുകളുണ്ട്. ഈ കേസുകളിലൊക്കെ പ്രതികൾക്ക് നമ്മൾ തന്നെ കണ്ടിട്ടുണ്ട്. TP ചന്ദ്രശേഖരൻ വധക്കേസിൽ അതിലെ പ്രതികൾ കൊടിസുനി ഉൾപ്പെടെയുള്ള, കിർമാണി മനോജ് ഉൾപ്പെടെയുള്ള ആളുകൾ, ട്രൗസർ മനോജ് ഉൾപ്പെടെയുള്ള ആളുകൾ, കുഞ്ഞനന്ദൻ ഉൾപ്പെടെയുള്ള ആളുകൾ പരോളിലും ജാമ്യത്തിലും വന്നിട്ടുണ്ട് നിരവധി തവണ. കേരളം കണ്ട ഏറ്റവും ബ്രൂട്ടലായ മർഡർ കേസുകളാണ് TP ചന്ദ്രശേഖരൻ വധക്കേസ് ഉൾപ്പെടെയുള്ള കേസുകൾ.
എന്തിന് ഈ ഇത്തരം കൊലക്കേസുകളിലൊക്കെ പ്രതികൾക്ക് ജാമ്യം കിട്ടുന്ന ഒരു അവകാശം കൂടിയാണ്. അതെ, പരോളും അവകാശമാണ്. അവരൊക്കെ ശിക്ഷിക്കപ്പെടുന്നതിന് മുമ്പും കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഈ കേസിലെ 3 പ്രതികൾക്കും കഴിഞ്ഞ 7 വർഷമായിട്ട് ഒരു ദിവസത്തെ ജാമ്യം പോലും കിട്ടിയിട്ടില്ല. ഇല്ല, അവര് അതെ വിചാരണ തടവുകാരായിട്ട് തന്നെ അവിടെ കിടന്നു. അപ്പോൾ സർക്കാരോ പ്രോസിക്യൂഷനോ അവരെ സഹായിച്ചു എന്ന് പറയുന്നതിൽ ഒരു അർത്ഥവുമില്ല. അതിന്ന് പത്രസമ്മേളനത്തിൽ പിണറായി വിജയൻ പറയുകയും ചെയ്തു. അതെ, അപ്പോൾ പിണറായി ഇക്കാര്യത്തിൽ പറയുന്ന നിലപാടിനോടൊപ്പം നിൽക്കാനേ നമുക്ക് കഴിയുള്ളൂ. കാരണം ഈ പിണറായിയുടെ ജോലിയല്ലല്ലോ ഓരോ കേസും നോക്കിയിട്ട് ഇന്ന പ്രതികളെ വെറുതെ വിടണം, ഇന്നവരെ ശിക്ഷിക്കണം എന്നൊക്കെ പറയുന്നത്. പക്ഷേ ഞാൻ പറഞ്ഞു വരുന്നത് രാഷ്ട്രീയമാണ് പറയുന്നത്. ഇങ്ങനത്തെ ഒരു കേസ് കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ സമസ്ത അത് പിണറായി വിജയനെയും CPM-നെയും ആക്രമിക്കാനായിട്ട് ഉപയോഗിക്കുന്നത് നമ്മൾ തുടർച്ചയായിട്ട് കാണുന്നു. അതൊരു അടിയൊഴുക്കാണത്. മാത്രമല്ല, ഈ സുപ്രഭാതവും മറ്റു പൂഞ്ഞാറും അല്ലാതെ ബന്ധപ്പെട്ടൊരു സംഭവം കൂടി നടന്നു. കൊല്ലത്ത് പൗരത്വ സംരക്ഷണ സദസ്സ് നടന്നു കഴിഞ്ഞ ആഴ്ച. അതിൽ ഉദ്ഘാടന പ്രസംഗം കഴിഞ്ഞിട്ട് 7:15 മറ്റോ ഇദ്ദേഹം വന്നു. മറ്റൊരു റംസാൻ കഴിഞ്ഞിട്ടാണല്ലോ മൗലവിമാരൊക്കെ വരുന്നത്. അദ്ദേഹം 1 മണിക്കൂർ ബംഗാളിലെ കാര്യവും മറ്റേ കേജ്രിവാളിൻ്റെ കാര്യമൊക്കെയാണ് പ്രസംഗിച്ചത്. മുസ്ലിങ്ങളുടെ കാര്യമൊന്നും അങ്ങനെ കാര്യമായിട്ട് പറഞ്ഞില്ല. അതിൻ്റെ പേര് പൗരത്വ സംരക്ഷണ സദസ്സ് എന്നായിരുന്നു. എന്നിട്ട് പ്രസംഗിച്ചിട്ട് മറ്റേ പിണറായി വിജയൻ പോയപ്പോൾ മറ്റേ സദസ്സ് എല്ലാ ആളുകളൊക്കെ പിരിഞ്ഞു പോയിട്ട് പോയി. അവിടെ ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമ നേതാവ് കടക്കൽ അബ്ദുൾ അസീസ് മൗലവിയെ വിളിച്ചിരുന്നു. അതിനു മുമ്പ് KN ബാലഗോപാലും ഒക്കെ 2-3 പേര് വേറെയും പ്രസംഗിച്ചിരുന്നു. അദ്ദേഹം പ്രസംഗിക്കുമ്പോൾ ഒരാളുമില്ല അവിടെ. അദ്ദേഹത്തിന് അപമാനിച്ചതുപോലെയാണ് അനുഭവപ്പെട്ടത്. ഇതിലും മുസ്ലിങ്ങൾക്ക് പ്രതിഷേധമുണ്ട്. കാരണം ഒരു കടക്കൽ മൗലവിയെ വിളിച്ചിട്ട് ഇത് കേൾക്കാൻ ആരും ഇല്ല എന്ന് അവിടെ ഉറപ്പ് വരുത്തേണ്ടത് ബാലഗോപാലിന്റെ ഒക്കെ ചുമതലയായിരുന്നു. അവരെന്നോട് ക്ഷമിക്കട്ടെ, പക്ഷേ അവരത് അർഹിക്കുന്നു എന്നേ ഞാൻ പറയത്തുള്ളൂ. കാരണം എന്തിനാണ് CPM പോലെയുള്ള ഒരു പൊളിറ്റിക്കൽ പാർട്ടി വിളിക്കുന്ന വേദികളിൽ ഇവരൊക്കെ സംസാരിക്കാൻ പോകുന്നത്? ഇപ്പോൾ ഇന്ന് മൗലവിമാർ, നാളെ പള്ളിയിലച്ചന്മാർ, അല്ലെങ്കിൽ അത് കഴിഞ്ഞ് മറ്റന്നാൾ ഏതെങ്കിലും അമ്പലത്തിലെ പൂജാരി അല്ലെങ്കിൽ വെളിച്ചപ്പാട്, ഇവരെയൊക്കെ പാർട്ടി പരിപാടി കൊണ്ടത് പ്രസവിപ്പിക്കുക എന്ന് പറഞ്ഞാൽ വളരെ മോശപ്പെട്ടൊരു കാര്യമാണ്. കേരളത്തിൽ ഇവരൊക്കെ പുരോഗമനം, ജനാധിപത്യം, മതസൗഹാർദ്ദം, നിർഭയമായ ഇലക്ഷൻ എന്നൊക്കെ പറയുന്നവർ മതചിഹ്നങ്ങളെയും മത നേതാക്കന്മാരെയും ജാതി നേതാക്കന്മാരെയും ഉപയോഗിച്ച് ഇലക്ഷന് വേണ്ടി വോട്ട് കിട്ടാൻ വേണ്ടി ശ്രമിക്കുന്നതിൻ്റെ ഒരു അടയാളമാണ്. അതുകൊണ്ട് ഇത്തരം വേദികളിൽ പോകുന്ന ആളുകൾ അപമാനിക്കപ്പെടുന്നതിൽ ജനാധിപത്യവാദികൾ സന്തോഷിക്കുകയാണ് വേണ്ടത്. മാത്രമല്ല, ഒരു ആത്മാർത്ഥതയും ഇതിൽ CPM-നോ പിണറായി വിജയനോ ഇല്ലല്ലോ. മുസ്ലിങ്ങളുടെ വോട്ട് കിട്ടാൻ വേണ്ടി മുസ്ലിങ്ങൾക്കിടയിൽ ഒരു വോട്ട് ബാങ്ക് വളർത്തുക, മുസ്ലിം ലീഗിൽ നിന്ന് അണികളെ അടർത്തിക്കൊണ്ടുപോവുക. അതിനു വേണ്ടിയിട്ടാണല്ലോ, ആത്മാർത്ഥത കൊണ്ടല്ലല്ലോ ഹമാസിന്റെ കൂടെ. ഒരു താല്പര്യം ഉണ്ടായിട്ടല്ല, വോട്ട് കിട്ടുക എന്നുള്ള കേവല ലക്ഷ്യം മാത്രമേ ഉള്ളൂ. ഒരു കാര്യത്തിലും CAA സത്യത്തിൽ കേരളത്തിൽ നടപ്പാക്കി. നടപ്പാക്കി അല്ല, ഞാൻ ഓർക്കുകയാണ്, ഇന്നലെ രാമേന്ദ്രൻ സാർ പറഞ്ഞൊരു ക്ലാസിക് ഉദാഹരണമുണ്ട്. ഈ ഹരികൃഷ്ണൻ സിനിമ പോലെയാണ് CPM-ന്റെ നിലപാട്. മലബാറിൽ മുഴുവൻ എന്ത് CAA-ക്കെതിരെ പറയും, തെക്കോട്ട് വന്നാൽ അത് പറയത്തില്ല. അപ്പോൾ മറ്റേ ഹരികൃഷ്ണൻ സിനിമയിൽ മലബാർ ഭാഗത്ത് മറ്റേ നടിയെ മമ്മൂട്ടി കല്യാണം കഴിക്കും, തെക്കോട്ട് വരുമ്പം ജൂഹിയെ മോഹൻലാൽ കല്യാണം കഴിക്കും എന്ന് പറഞ്ഞാൽ നെയ്യാറ്റിൻകരയിലെ യോഗത്തിൽ CAA ഇല്ല. കാസർഗോഡും കണ്ണൂരും മലപ്പുറത്തും ഒക്കെ ഉള്ളൂ. അപ്പോൾ സാറിൻ്റെ ഉദാഹരണം വളരെ ക്ലാസ് ഉദാഹരണമായിരുന്നു. അതായത് ആ മലപ്പുറത്തൊക്കെ ഈ പറഞ്ഞ പോലെ ആ ജയ്ഹിന്ദിന്റെ കാര്യമൊക്കെ മണ്ടത്തരവും പറഞ്ഞു. അവിടെ ചരിത്രപരമായിട്ടുള്ള മണ്ടത്തരങ്ങളൊക്കെ മുസ്ലിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു. ഇത് തെക്കോട്ടില്ല, അങ്ങനത്തെ മണ്ടത്തരങ്ങൾ പോലും ഇല്ല തെക്കോട്ട്. അതായത് മുസ്ലിം പ്രീണനത്തിന് വേണ്ടി മുട്ടിലിഴഞ്ഞ് ഇവരൊക്കെ പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന പോലെ ചെരുപ്പ് നക്കിക്കൊണ്ടിരിക്കുകയാണ് CPM. എന്നിട്ടും ഇവർ അടപടലം CPM-നെതിരെ വിരൽ ചൂണ്ടി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ അതൊക്കെ ഉണ്ടായി വരുന്നത്. ആ കടക്കൽ മൗലവിക്ക് പ്രസംഗം കേൾക്കാൻ ആള് വേണമെന്നുണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം മലബാർ എന്നൊക്കെ ബസ്സിലൊക്കെ ആളുകളെ ഇറക്കണമായിരുന്നു എന്നുള്ളതാണ്. അവരുടെ നേതാവിന്റെ പ്രസംഗം കേട്ടപ്പോൾ CPM അണികൾ സദസ്സിലുണ്ടായിരുന്നവരൊക്കെ എണീറ്റ് പോയി. അതെ, അത് വെറുതെ വന്ന് പേടിച്ചിട്ട് വന്നിരിക്കുന്നതാണ്. ആള് പിണറായി വരുമ്പോൾ ആളില്ലെങ്കിൽ അവിടുത്തെ ലോക്കൽ കമ്മിറ്റി, ഏരിയ കമ്മിറ്റിയൊക്കെ ഊരം അറിയും. അതെ, അപ്പോൾ ഇങ്ങനെ ആ അപമാനിക്കപ്പെട്ടത് കൂടി മുസ്ലിങ്ങളുടെ മനസ്സിലുണ്ട്. തുടർച്ചയായിട്ട് ഈ അടിമ ജോലി ചെയ്യാനാണ് സത്യത്തിൽ CPM-ന് ഈ ഇതെടുക്കാനേ മുസ്ലിങ്ങൾ പോകുന്നത്.
ഈ സംഘടന പിന്നെ ഇപ്പോൾ SDP തിരിച്ച് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് അവർ UDFന്റെ കൂടെയാണ് നിന്നത്. ഇപ്പോൾ VD സതീശന്റെ പത്രസമ്മേളനം ഉണ്ടായിരുന്നു. സതീശൻ പറയുന്നു SDPയുടെ പിന്തുണ സംബന്ധിച്ച് ചോദ്യം വന്നു. സതീശൻ പറഞ്ഞു ഞങ്ങളൊന്നും ആവശ്യപ്പെട്ടിട്ടല്ല അവർ വന്നിരിക്കുന്നത്, അവർ ജനാധിപത്യ ചെറിയ ശക്തിപ്പെടുത്തുമെന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഇവിടുത്തെ തീവ്രവാദം എന്നുള്ള തീവ്ര നിലപാട് വെക്കുന്ന SDPയുടെ വോട്ട് വേണ്ട എന്ന് പറയാൻ സതീശന് തോന്നിയിട്ടില്ല. അതൊരു തെരഞ്ഞെടുപ്പ് കാലത്ത് അവർ പറയില്ല. മാത്രമല്ല കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് പണ്ടൊക്കെ CPM പറയായിരുന്നു. ആദ്യകാലത്ത് ആദർശം ഉണ്ടായിരുന്ന കാലത്തൊക്കെ പറയുമായിരുന്നു. ആദർശശാലികൾ നേതാക്കളുമായിരുന്ന കാലത്തൊക്കെ അങ്ങനെ തുറന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഇലക്ഷന് നിൽക്കും. അപ്പോഴും ഒരു ധ്രുവീകരണം നടന്നിട്ട് വോട്ട് കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഹിന്ദുക്കളുടെ. ഇപ്പൊ പക്ഷെ ഹിന്ദുക്കളുടെ വോട്ട് കിട്ടില്ല എന്നുള്ളൊരു സംശയം ഉണ്ടല്ലോ CPMന്. ആകെ ഇവിടെ 25% വോട്ടേ കിട്ടുന്നുള്ളൂ. അല്ലാതെ കേരളത്തിന് ഇടതു മനസ്സാണെന്നൊക്കെ പറയുന്നൊക്കെ വെറും വൃത്തികേടാണത്. CPMൽ വന്ന് പെട്ട് കിടക്കുന്ന കുറേ ഈഴവരുടെ വോട്ട് കിട്ടും ഹിന്ദുക്കളുടെ വോട്ടിൽ. അവരും അതൊക്കെ കണ്ണ് തുറന്ന് വിവരം വെച്ച് തുടങ്ങുന്നതോടെ ഈ പാർട്ടിയുടെ കഥ കഴിയും. ആ അവസ്ഥയിൽ നിൽക്കുമ്പോൾ ഇത്തവണ അവർക്ക് ജയിക്കണമെന്നുണ്ടെങ്കിൽ മുസ്ലിങ്ങളുടെ വോട്ട് കിട്ടണം എന്ന് പറഞ്ഞിട്ടാണ് ഈ പിണറായി വിജയൻ ഈ ചരിത്രപരമായ അബദ്ധങ്ങളും കള്ളത്തരങ്ങളും ഒക്കെ വിളമ്പി നടന്നത്. കഴിഞ്ഞ തവണ നമ്മൾ ഇതിനു മുമ്പും ചർച്ച ചെയ്തിട്ടുള്ളതാണ് മഹാരാജാസ് കോളേജിലെ അഭിമന്യുവിൻ്റെ വധം നടന്നപ്പോൾ. അത് SDP-ക്കാരും ഒക്കെ കൂടി ചെയ്തതാണല്ലോ. അപ്പോൾ ക്യാമ്പസ് ഫ്രണ്ട് ആ വധം കഴിഞ്ഞിട്ട് ആണ് അവർ UDFന് വോട്ട് കൊടുക്കാമെന്ന് തീരുമാനിച്ചത്. അന്ന് രമേശ് ചെന്നിത്തലയെ പോലുള്ളവരൊക്കെ അവരൊക്കെ ആയിട്ട് ചർച്ച നടത്തിയിരുന്നൊക്കെ നമുക്കറിയാവുന്നതാണ്. അപ്പോൾ ആ പശ്ചാത്തലം ചർച്ചയുടെ കിടക്കുന്നുണ്ടല്ലോ. ഇപ്പോഴും ചർച്ച ചെയ്തിട്ടാണല്ലോ തീരുമാനിക്കുന്നത്. മാത്രമല്ല അവർ കേരളവും കർണാടകവും വെച്ചിട്ടുള്ള സ്ഥലത്തൊക്കെ. അല്ല, സാറിൻ്റെ നിരീക്ഷണം ഇപ്പോൾ മുസ്ലിം പ്രകടനത്തിന് വേണ്ടി ഏതറ്റം വരെ പോകാനും തയ്യാറായി നിൽക്കുന്ന പാർട്ടിയാണ് CPM. ആ CPM ചെയ്യുന്ന പ്രവൃത്തിക്ക് ഫലമില്ലാതാവുമെന്നാണോ സാർ പറഞ്ഞത്? അതാണ് ഒരു അടിയൊഴുക്കായിട്ട്, ഒരു നിർണായകമായ അടിയൊഴുക്കായിട്ട് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യ ഘട്ടത്തിൽ തന്നെ എനിക്ക് തോന്നുന്നത്. അത് പണ്ഡിത സഭയാണ്. അവർ പറയുന്നത് പോലെയാണ് അവരുടെ ഉലമ കേൾക്കേണ്ടത്, ഇല്ലേ? മറ്റേ കടക്കൽ മൗലവിയും ഒക്കെ ഇതിൽപ്പെട്ട ആളുകളാണ്. കാരണം അവരുടെ പ്രവർത്തനങ്ങൾ മുഴുവൻ പണ്ഡിത സഭയാണ് ആദ്യം തീരുമാനിക്കുന്നത്, നയം. അപ്പം നമ്മുടെ നയം എന്ന് പറയുന്ന അവർ തുടർച്ചയായിട്ട് CPMനെയും പിണറായി വിജയനെയും വിമർശിച്ചു കൊണ്ടിരിക്കുന്നത് അവരുടെ രാഷ്ട്രീയ നയം തന്നെയാണെന്നാണ് ഞാൻ കരുതുന്നത്. ഒരു പക്ഷേ അവരുടെ ഒരു പരസ്യ പ്രഖ്യാപനവും വന്നേക്കാം എന്ന് തോന്നുന്നു. കാരണം ഇവരുടെ ഈ PPDയിലൊന്നും ഞങ്ങൾക്ക് വിശ്വാസമില്ല. ഇത് ഫ്രോഡ് പരിപാടികളാണ്, തരികിടയാണ്. ആ CAയുടെ കാര്യത്തിൽ തന്നെ നടപ്പാക്കി കഴിഞ്ഞു. ഡിറ്റൻഷൻ സെൻറ്റേഴ്സൊക്കെ വന്നതാണ്. ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം CPM ഈ ഗവൺമെൻറ് സമർപ്പിച്ചതാണ് ഒക്ടോബറിൽ തന്നെ, ഒരു നൈജീരിയക്കാരൻ കൊടുത്ത കേസിൽ. കാരണം അവരെ ജയിലിലല്ല പാർപ്പിക്കേണ്ടത്, ഈ ഡിപ്പോർട്ടേഷൻ കാത്തിരിക്കുന്നവരെ ഡിറ്റൻഷൻ സെൻറ്റേഴ്സിലാണ്. അത് തൃശ്ശൂർ ഉണ്ടായിരുന്നല്ലോ, കോട്ടയത്ത്, അങ്ങനെ പല സ്ഥലങ്ങളിലും ഉണ്ട്, 3-4 ഒക്കെ ഉണ്ട്. CAA ഒന്നാമത് നടപ്പാക്കേണ്ടത് കേരള അല്ല, കേന്ദ്രമാണ്. കേന്ദ്രമാണ്. അതിന്റെ നടപടികൾ അവർ ചെയ്തോളും. വെറുതെ കള്ളം പറയാണ് ഞങ്ങൾ. മുസ്ലിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. അത് മനസ്സിലായി വരുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. അവർക്കിപ്പോൾ വിദ്യാഭ്യാസം ഉണ്ട് മുസ്ലിങ്ങൾക്ക്, പിന്നെ പഴയ പോലെ നിരക്ഷരരല്ല. IASലും IPSലും ഒക്കെ വരെ എത്രയോ ആളുകൾ അവർക്ക് ഈ കമ്മ്യൂണിറ്റിയെ പഴയ പോലെ പറ്റിക്കാൻ കഴിയുന്നില്ല. അങ്ങനെ അല്ല സാർ, കുടുംബങ്ങൾ BJPയും നരേന്ദ്രമോദിയും ഈ CPMും കോൺഗ്രസും പറഞ്ഞു പേടിപ്പിക്കുന്നത് പോലെ അങ്ങനെ പേടിക്കേണ്ട ആളുകളല്ല എന്ന് തിരിച്ചറിയുന്ന മുസ്ലിങ്ങളിലാണ് കൂടി വരുന്നുണ്ട്. പ്രാണപ്രതിഷ്ഠ നടന്ന അയോധ്യ അമ്പലത്തിൽ മുസ്ലിങ്ങൾക്ക് പ്രവേശിക്കാമല്ലോ. ഇതിൽ കൂടുതൽ എന്താണ് വേണ്ടത്? ഹിന്ദുക്കൾക്ക് വേണ്ടി മാത്രമാണ് പണിതിട്ടെങ്കിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടാവുമായിരുന്നു അവിടെ. അവിടെ ഒരു രാമാനന്ദി സമൂഹത്തിൻ്റെ ഇതനുസരിച്ചാണ് ചെയ്യുന്നത്. കേരളത്തിലിപ്പോൾ ഈ പണ്ഡിത സഭ മുസ്ലിം ലീഗിനെ നയിക്കുന്ന സഭയാണ്. അപ്പോൾ അവർ ഒരു പക്ഷേ ആ മുസ്ലിം ലീഗിൻ്റെ കൂടെ നിൽക്കാം. എന്തിനാണ് ഇവർക്ക് വേണ്ടി? ഇവർ എന്തായാലും ഇവിടുന്ന് ലോക്സഭയിലേക്ക് സീറ്റൊന്നും കിട്ടുമെന്ന് തോന്നുന്നില്ല. സുനിൽ കണ്ടതല്ലേ, 4 പോളുകൾ വന്നിട്ടുണ്ട്. മാതൃഭൂമിയുടെ ന്യൂസ് 8ൻ്റെ ഉൾപ്പെടെയുള്ളതിൽ
400 സീറ്റ് കൂടുതൽ കിട്ടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അല്ല, നമ്മുടെ മാധ്യമങ്ങൾ പോലും ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് BJP അധികാരത്തിൽ തിരിച്ചു വരുമോ എന്നല്ല, BJPക്ക് 400 സീറ്റ് കിട്ടുമോ എന്നുള്ളതാണ്. അജണ്ട മാറി. പണ്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പൊക്കെ BJP വരുമോ, രാഹുൽ ഗാന്ധി വരുമോ എന്നറിയാം. ഇപ്പം 370 കിട്ടുമോ 400 കിട്ടുമോ എന്നാണ് ഏഷ്യാനെറ്റ് വരെ ചർച്ച ചെയ്യുന്നത്. 400ന്റെ മുകളിൽ പോകുമോ അതാണ് ചർച്ച. 408 കിട്ടുന്നൊക്കെയാണ് അവരുടെ രണ്ടുപേരുടെയും പോളിലുള്ളത്. അവരൊന്നും മറ്റേ സനാതന ധർമ്മത്തിന്റെ കൂടെ ഉള്ളവരല്ലല്ലോ. ആകെ ഒരു പ്രതീക്ഷ ഈ കപട മതേതരവാദികൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത് മനോരമ മാത്രം. അതെ, ഏതായാലും നമ്മുടെ തെരഞ്ഞെടുപ്പ് ഈ വർഷത്തെ തെരഞ്ഞെടുപ്പ് ഈ വരാൻ പോകുന്ന ഏപ്രിൽ 26-ന് നമ്മുടെ കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലും മറ്റ് സംസ്ഥാനങ്ങളിലും നടക്കുന്ന തെരഞ്ഞെടുപ്പ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വലിയ മാറ്റം ഉണ്ടാക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പാണ്. അപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കാലങ്ങളായി മുസ്ലിം പ്രീണനം മുഖ്യ അജണ്ടയായി CPIMൻ്റെ എന്ന് പറഞ്ഞാൽ മാർക്സിസ്റ്റ് അല്ല, മുസ്ലിമാണ് എന്ന് ധരിപ്പിക്കുന്ന തരത്തിൽ പ്രവർത്തിച്ചു വരുന്ന CPMന് ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പിന് ശേഷം ശബരിമല കേസിന് ഉണ്ടായ പോലെ ഒരു മാനസാന്തരത്തിനും ചില ഭവന സന്ദർശനങ്ങളും നടത്തേണ്ടി വന്നേക്കാം. മുസ്ലിങ്ങൾക്ക് ഇത് തിരിച്ചറിവിൻ്റെ സമയമാണ്. ഇനി മുസ്ലിം വോട്ടിന് വേണ്ടി പിന്നാലെ നടന്നാൽ ഉള്ള ഹിന്ദു വോട്ടുകൾ കൂടി CPMന് നഷ്ടപ്പെടുകയുള്ളൂ എന്നുള്ള തിരിച്ചറിവ് പാർട്ടി ഒരു തൃശങ്കൂലാണ്. ആ തിരിച്ചറിവിൽ എത്തി പാർട്ടി കുറെ തിരുത്തലുകൾ വരുത്തേണ്ടി വരുമോ ഇല്ലേ എന്ന് തെരഞ്ഞെടുപ്പിന് ശേഷം നമുക്ക് കാണാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.